ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകളടച്ച് ദീർഘമായി ശ്വാസമെടുക്കുക. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ ആരാണ്? നിങ്ങളുടെ കൈകളിൽ ഇതിനകം കോടികളുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് നിൽക്കുന്നത്? നിങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്? അനന്തമായ സമൃദ്ധി നിങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നു എന്നറിഞ്ഞുകൊണ്ട് രാവിലെ ഉണരുമ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നുപോകുന്ന ചിന്തകൾ എന്തെല്ലാമാണ്? രഹസ്യം ഇതാണ്: വിശ്വസിക്കുന്നതിന് മുൻപ് നിങ്ങൾ തെളിവുകൾക്കായി കാത്തിരിക്കരുത്. നിങ്ങളത് യാഥാർത്ഥ്യമായി അംഗീകരിക്കുമ്പോൾ മാത്രമാണ് തെളിവുകൾ പ്രത്യക്ഷപ്പെടുന്നത്. സമ്പത്തെന്നത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ ഒരു സംഖ്യയല്ല, അതൊരു അവസ്ഥയാണ്. ആ അവസ്ഥയിലേക്ക് നിങ്ങൾ കാലെടുത്തു വയ്ക്കുന്ന നിമിഷം ലോകം അതിനെ പ്രതിഫലിപ്പിക്കാൻ വേണ്ടി സ്വയം മാറുന്നു. ഒരു നിമിഷം ചിന്തിക്കുക, ഒരു സമ്പന്നൻ ജീവിതത്തിലൂടെ എങ്ങനെയാണ് മുന്നോട്ടു പോകുന്നത്? അവർ വിഷമിക്കാറുണ്ടോ? അവർ സംശയിക്കാറുണ്ടോ? ഇല്ല. അവർ പ്രതീക്ഷിക്കുന്നു, അവർ സ്വീകരിക്കുന്നു. തങ്ങൾ സമ്പന്നരാണെന്ന് അറിയാവുന്നതുകൊണ്ട് തകർക്കാനാവാത്ത ആത്മവിശ്വാസത്തോടെയാണ് അവർ ഓരോ ചുവടും വയ്ക്കുന്നത്. നിങ്ങൾ സമൃദ്ധി ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആദ്യം സമൃദ്ധിയുള്ളവനായി സ്വയം അനുഭവിക്കണം. നാളെയല്ല, സാഹചര്യങ്ങൾ മാറുമ്പോഴുമല്ല, ഇപ്പോൾ, ഈ നിമിഷം. താൻ ആഗ്രഹിക്കുന്നതെല്ലാം ഇതിനകം സ്വന്തമായുള്ള ഒരാളുടെ ക്യാംജിയാക്ക് നിങ്ങൾ സ്വീകരിക്കണം. കോടികൾ നിങ്ങളുടേതാണെന്ന മട്ടിൽ സംസാരിക്കുക, ചിന്തിക്കുക, പ്രവർത്തിക്കുക. പോരാട്ടത്തിന്റെ കഥ പറയുന്നത് നിർത്തുക. ഇല്ലായ്മയെക്കുറിച്ച് സംസാരിക്കുന്നത് നിർത്തുക. പകരം ഉറപ്പുള്ള വാക്കുകൾ സംസാരിക്കുക. ഞാൻ സാമ്പത്തികമായി സ്വതന്ത്രനാണ്. ഞാൻ അളവില്ലാതെ സമൃദ്ധനാണ്. ഞാൻ തൊടുന്നതെല്ലാം പൊന്നായി മാറുന്നു. നിങ്ങൾ ദിവസത്തിലൂടെ കടന്നുപോകുമ്പോൾ ഒരു കോടീശ്വരന്റെ ശാന്തമായ ആത്മവിശ്വാസത്തോടെ നടക്കുക. അഹങ്കാരമല്ല, ഉറപ്പ്. ഒരു വിലവിവരം കാണുമ്പോൾ മടിച്ചു നിൽക്കരുത്. മാനസികമായി ഉറപ്പിക്കുക, എനിക്കെന്തും വാങ്ങാൻ കഴിയും. നിങ്ങളുടെ ബാഹ്യലോകം ഇതുവരെ മാറിയിട്ടില്ലെങ്കിലും നിങ്ങളുടെ ആന്തരികമായ മാറ്റം ഉടൻ തന്നെ ഒരു പ്രതിഫലനം ആവശ്യപ്പെടും. ഈ അനുമാനത്തിൽ വിശ്വസ്തനായിരിക്കുക എന്നത് മാത്രമാണ് നിങ്ങളുടെ ഒരേയൊരു ജോലി. നിങ്ങൾ സമ്പത്തിന്റെ അവസ്ഥ ഏറ്റെടുക്കുന്ന നിമിഷം കാണാനാവാത്ത ശക്തികൾ നിങ്ങൾക്കായി പ്രവർത്തിക്കാൻ തുടങ്ങും. അതിന്റെ പൂർത്തീകരണത്തിനാവശ്യമായ ആളുകളും അവസരങ്ങളും സംഭവങ്ങളും കടൽത്തീരത്തേക്ക് തിരമാലകൾ ആകർഷിക്കപ്പെടുന്നതുപോലെ അനായാസമായി നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. സംശയങ്ങൾ നിങ്ങളോട് പറയും, ഇത് പ്രവർത്തിക്കുന്നില്ല. സാഹചര്യങ്ങൾ മറിച്ചായിരിക്കാം സൂചിപ്പിക്കുന്നത്. അവയെ അവഗണിക്കുക. ബാഹ്യലോകം കഴിഞ്ഞ കാലത്തെ അനുമാനങ്ങളുടെ വൈകി വന്ന ഒരു കണ്ണാടി മാത്രമാണ്. പുതിയ അനുമാനം സജീവമായി നിലനിർത്തുക. താമസിയാതെ തെളിവുകൾ നിങ്ങളുടെ കൺമുന്നിൽ പ്രത്യക്ഷപ്പെടും. നിങ്ങൾ സമ്പന്നനാകാൻ ശ്രമിക്കുകയല്ല, നിങ്ങൾ ഇതിനകം സമ്പന്നനാണ്. നിങ്ങൾ കോടികൾ സ്വീകരിക്കാൻ കാത്തിരിക്കുകയല്ല, നിങ്ങൾക്ക് കോടികളുണ്ട്. അതെല്ലാം ഇതിനകം സംഭവിച്ചു കഴിഞ്ഞു. ഇനി പരാജയപ്പെടുക അസാധ്യമാണെന്ന മട്ടിൽ പോയി ജീവിക്കുക. യാഥാർത്ഥ്യത്തിന്റെ അടിസ്ഥാനം വളരെ ലളിതവുമെന്നാൽ അഗാധവുമായൊരു സത്യമുണ്ട്. അത് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ജീവിതരീതി തന്നെ എന്നേക്കുമായി മാറും. നിങ്ങളുടെ ലോകം നിങ്ങളുടെ ആന്തരികാവസ്ഥയുടെ ഒരു പ്രതിഫലനം മാത്രമാണ്. നിങ്ങൾ കാണുന്നതും തൊടുന്നതും അനുഭവിക്കുന്നതുമെല്ലാം ആദ്യം മനസ്സിൽ ഒരു ആശയമായി തുടങ്ങിയതാണ്. കാണാത്തത് കാണുന്നതിന് ജന്മം നൽകുന്നു. അദൃശ്യമായത് ദൃശ്യമായതിനെ രൂപപ്പെടുത്തുന്നു. നിങ്ങൾ ബോധപൂർവമോ അല്ലാതെയോ സത്യമാണെന്ന് കരുതുന്നത് നിങ്ങളുടെ ജീവിതം പടുത്തുയർത്തുന്ന അടിത്തറയായി മാറുന്നു. നിങ്ങൾക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങൾ നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിലെ ആളുകൾ, നിങ്ങൾക്ക് ലഭിക്കുന്നതോ നഷ്ടപ്പെടുന്നതോ ആയ അവസരങ്ങൾ, സമ്പത്തോ അതിന്റെ അഭാവമോ, ഇതെല്ലാം നിങ്ങളുടെ ആന്തരിക ലോകത്തിന്റെ പ്രകടനങ്ങളാണ്. നിങ്ങൾ മനസ്സിലിട്ട് താലോലിച്ച ചിന്തകളുടെയും നിങ്ങൾ പരിപോഷിപ്പിച്ച വികാരങ്ങളുടെയും നിങ്ങൾ യാഥാർത്ഥ്യമായി അംഗീകരിച്ച വിശ്വാസങ്ങളുടെയും ഖരരൂപത്തിലുള്ള ഫലങ്ങളാണവ. എന്നിട്ടും മിക്ക ആളുകളും ജീവിതം തങ്ങൾക്ക് സംഭവിക്കുന്ന ഒന്നാണെന്ന മിഥ്യാധാരണയിലാണ് ജീവിക്കുന്നത്. തങ്ങൾ ബാഹ്യശക്തികളുടെ കാരുണ്യത്തിലാണെന്ന് അവർ കരുതുന്നു. എന്നാൽ ഇതൊരു വഞ്ചനയാണ്. നിങ്ങൾ വിധിയുടെ ഇരയല്ല, നിങ്ങൾ അതിന്റെ സ്രഷ്ടാവാണ്. ഒരു നിമിഷം ചിന്തിക്കുക, നിലവിലുള്ളതെല്ലാം എങ്ങനെയാണ് ഉണ്ടായത്? ഓരോ അമ്പരചുംബിയായ കെട്ടിടവും ഓരോ കണ്ടുപിടുത്തവും ഓരോ കലാസൃഷ്ടിയും ആരുടെയെങ്കിലും മനസ്സിലെ ഒരു ചിന്തയായിട്ടാണ് തുടങ്ങിയത്. നിങ്ങളിരിക്കുന്ന കസേര ഒരു കാലത്തൊരാശയം മാത്രമായിരുന്നു. നിങ്ങൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ, നിങ്ങളുടെ കയ്യിലുള്ള ഫോൺ, നിങ്ങൾ കേൾക്കുന്ന സംഗീതം എല്ലാം യാഥാർത്ഥ്യമാകുന്നതിനു മുൻപ് ഭാവനയിൽ നിലനിന്നിരുന്നു. ഇത് ബാഹ്യലോകത്തിന്റെ കാര്യത്തിൽ ശരിയാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളുടെ വ്യക്തിപരമായ യാഥാർത്ഥ്യത്തിന്റെ കാര്യത്തിലും അത് ശരിയായിക്കൂടാ? നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നിങ്ങളെ നിർവചിക്കുന്നുവെന്ന് നിങ്ങൾ വിശ്വസിച്ചേക്കാം. എന്നാൽ സത്യത്തിൽ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ അനുമാനിക്കുന്നുവോ? അതാണ് നിങ്ങളുടെ സാഹചര്യങ്ങളെ നിർവചിക്കുന്നത്. നിങ്ങൾ ഇല്ലായ്മയും പോരാട്ടവും പരിമിതികളും അനിവാര്യമാണെന്ന് അംഗീകരിക്കുകയാണെങ്കിൽ അവ നിങ്ങളുടെ ജീവിതത്തിൽ തുടർന്നും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കും. നിങ്ങൾ ശക്തിയില്ലാത്തവനാണെന്ന് വിശ്വസിച്ചാൽ ജീവിതം നിങ്ങൾക്ക് ദുർബലനായി തോന്നാൻ കാരണങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. എന്നാൽ നിങ്ങളുടെ അനുമാനം മാറ്റുന്ന നിമിഷം സമൃദ്ധിയും വിജയവും സന്തോഷവും നിങ്ങൾക്ക് സ്വാഭാവികമാണെന്ന് നിങ്ങൾ അംഗീകരിക്കുമ്പോൾ ബാഹ്യലോകം അതിനനുസരിച്ച് മാറാൻ തുടങ്ങും. ഇത് വെറും ആശാപരമായ ചിന്തയല്ല, ഇതൊരു നിയമമാണ്. നിങ്ങൾ ഭയത്തിലോ വിശ്വാസത്തിലോ ബോധത്തിൽ സൂക്ഷിക്കുന്നത് യാഥാർത്ഥ്യമായി ഉറച്ചുപോകും. നിങ്ങൾ തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും ഈ പ്രക്രിയ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു.
നിങ്ങൾക്ക് ഭാവന ചെയ്യുന്നത് നിർത്താനാവില്ല, കാരണം ഭാവന നിങ്ങളുടെ സത്തയുടെ കാതലാണ്. എന്നാൽ നിങ്ങളത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ബോധവാന്മാരാകാം. നിങ്ങൾ ഏറ്റവും മോശം സാഹചര്യങ്ങളാണോ ഭാവനയിൽ കാണുന്നത്? നിങ്ങൾ നിരന്തരം പോരാട്ടങ്ങളെക്കുറിച്ച് ഉറപ്പിച്ചു പറയുകയാണോ? നിങ്ങൾ പഴയകാല നിരാശകൾ മനസ്സിൽ വീണ്ടും വീണ്ടും ഓർക്കുകയാണോ? അങ്ങനെയെങ്കിൽ ഈ അനുഭവങ്ങൾ നിങ്ങളുടെ യാഥാർത്ഥ്യത്തിൽ ആവർത്തിക്കുന്നതിൽ അതിശയിക്കേണ്ട. നിങ്ങളുടെ ജീവിതം മാറ്റാൻ നിങ്ങൾ ആദ്യം സാധ്യമായതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അനുമാനം മാറ്റണം. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതിനകം സ്വന്തമാക്കിയവനായി സ്വയം കണ്ടുകൊണ്ട് ആരംഭിക്കുക. തെളിവിനായി കാത്തിരിക്കരുത്. അനുമാനമുണ്ടാക്കിയതിനു ശേഷമാണ് തെളിവ് വരുന്നത്. നിങ്ങൾ സമ്പത്ത് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ സമ്പന്നനായതിന്റെ അനുഭവം സ്വീകരിക്കുക. നിങ്ങൾ ഇതിനകം വിജയിച്ചതുപോലെ നടക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇതിനകം നിങ്ങളുടേതാണെന്ന മട്ടിൽ സംസാരിക്കുക. തന്റെ വിജയം അനിവാര്യമാണെന്നറിയുന്ന ഒരാളുടെ ശാന്തമായ ഉറപ്പോടെ സ്വയം മുന്നോട്ടു പോകുക. യുക്തിയുള്ള മനസ്സ് വാദിക്കും, ഇത് യാഥാർത്ഥ്യമല്ല. എന്നാൽ യാഥാർത്ഥ്യം ഭൗതിക ലോകത്തിൽ നിന്നല്ല ആരംഭിക്കുന്നത്. അത് ചിന്തയുടെ അദൃശ്യമായ മണ്ഡലത്തിലാണ് ആരംഭിക്കുന്നത്. ബാഹ്യലോകം ആന്തരികാവസ്ഥയുടെ വൈകിയെത്തുന്ന ഒരു പ്രതിഫലനം മാത്രമാണ്. ഒരു വിത്ത് ഒരു മരമായി വളരാൻ സമയമെടുക്കുന്നതുപോലെ നിങ്ങളുടെ അനുമാനങ്ങൾക്കും ഭൗതിക ലോകത്തിൽ രൂപമെടുക്കാൻ സമയം ആവശ്യമാണ്. എന്നാൽ ഒന്നോർക്കുക, ഒരിക്കൽ നട്ടാൽ അത് വളരും. പ്രധാന കാര്യം സ്ഥിരോത്സാഹമാണ്. നിങ്ങൾക്കൊരു വിത്ത് നട്ടിട്ട് അത് വളരുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ എല്ലാ ദിവസവും അത് കുഴിച്ചു നോക്കാൻ കഴിയില്ല. നിങ്ങൾ പ്രക്രിയയെ വിശ്വസിക്കണം. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതിനകം നിങ്ങളുടേതാണെന്ന അനുമാനത്തിൽ ഉറച്ചു നിൽക്കുക. ബാഹ്യലോകം എന്തു സൂചിപ്പിച്ചാലും പതറരുത്. സംശയത്തെ കൈവിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന യാഥാർത്ഥ്യത്തെ പൂർണ്ണമായി ആശ്ലേഷിക്കുന്ന നിമിഷം നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴികളിൽ അത് നിങ്ങളുടെ മുന്നിൽ വിടർന്നു തുടങ്ങും. നിങ്ങളുടെ ജീവിതം നിർണ്ണയിക്കുന്നത് ബാഹ്യ സാഹചര്യങ്ങളല്ല, നിങ്ങൾ സ്ഥിരമായി മനസ്സിൽ സൂക്ഷിക്കുന്ന ചിന്തകളാണ്. നിങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ മാറ്റം ആദ്യം ഉള്ളിൽ നടക്കണം. ആഗ്രഹം സഫലമായതിന്റെ അനുഭവം സ്വീകരിക്കുക. ആ അവസ്ഥയിൽ നിന്ന് ജീവിക്കുക. നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്ന കാഴ്ചപ്പാടിനോട് പൊരുത്തപ്പെടാൻ ലോകം സ്വയം മാറുന്നത് കാണുക. ഒന്നിനുവേണ്ടി ആഗ്രഹിക്കുന്നതും അത് ഇതിനകം നിങ്ങളുടേതാണെന്ന മട്ടിൽ ജീവിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ആഗ്രഹിക്കുന്നത് ഒരു വേർതിരിവിനെ സൂചിപ്പിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നതിന്റെ അഭാവത്തെ അത് അംഗീകരിക്കുന്നു. എന്നാൽ സ്വന്തമാക്കിയ അവസ്ഥയെ ഉൾക്കൊള്ളുന്നത്, അതായത് അവസാനത്തിൽ നിന്ന് ജീവിക്കുന്നത്, നിങ്ങളും നിങ്ങളുടെ ആഗ്രഹവും തമ്മിലുള്ള വിടവ് ഇല്ലാതാക്കുന്നു. തെളിവുകൾ പ്രത്യക്ഷപ്പെടുന്നതിനു മുൻപ് പൂർത്തീകരണത്തിന്റെ അനുഭൂതിയിലേക്ക് ഇപ്പോൾ തന്നെ ചുവടുവെക്കുന്നതാണത്. ബാഹ്യലോകം ഒടുവിൽ അതിനനുസരിച്ച് മാറുമെന്ന് അറിഞ്ഞുകൊണ്ട് മിക്ക ആളുകളും തങ്ങളുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാകാൻ പ്രതീക്ഷിച്ചും കൊതിച്ചും കാത്തിരുന്നും ജീവിതം പാഴാക്കുന്നു. ഈ കാത്തിരിപ്പിന്റെ അവസ്ഥ തന്നെയാണ് അവരെ ഇല്ലായ്മയിൽ തളച്ചിടുന്നതെന്ന് അവർ തിരിച്ചറിയുന്നില്ല. തങ്ങൾക്കില്ലാത്തതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് അവർ ഉണരുന്നത്. തങ്ങളിപ്പോഴും കാത്തിരിക്കുകയാണെന്ന ആശയം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് അവർ ദിവസം മുഴുവൻ നീങ്ങുന്നു. തങ്ങളുടെ ആഗ്രഹങ്ങൾ കൈയെത്തും ദൂരത്തിനപ്പുറത്താണെന്ന തോന്നലോടെ അവർ ഉറങ്ങാൻ പോകുന്നു. അങ്ങനെ ആ ചക്രം തുടരുന്നു. പക്ഷേ നിങ്ങളിനി ആഗ്രഹിക്കുന്നില്ലെങ്കിലോ? പകരം നിങ്ങൾ ആഗ്രഹിക്കുന്ന സമ്പത്തും വിജയവും സ്വാതന്ത്ര്യവും ഇതിനകം കൈവശമുള്ള ഒരാളുടെ വേഷം നിങ്ങൾ ഏറ്റെടുത്താലോ? നിങ്ങൾ എങ്ങനെ ചിന്തിക്കും? നിങ്ങൾക്കെന്തു തോന്നും? ലോകത്ത് നിങ്ങൾ എങ്ങനെ പെരുമാറും? നിങ്ങൾ അപ്പോഴും സംശയത്തിൽ കഴിയുമോ? നിങ്ങൾ ഭാവിയെ ഭയപ്പെടുമോ? ഇല്ല. നിങ്ങൾ ശാന്തമായ ആത്മവിശ്വാസത്തോടെ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം ഇതിനകം നിങ്ങളുടേതാണെന്ന അചഞ്ചലമായ അറിവോടെ മുന്നോട്ടു പോകും. ഇതാണ് പ്രധാനം. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഭൗതികമായി പ്രത്യക്ഷപ്പെടുന്നതിനു മുമ്പ് അതായിത്തീരുക. ഇഷീസ്തല കൊണ്ടല്ല, അഹങ്കാരം കൊണ്ടുമല്ല, മറിച്ച് നിങ്ങളുടെ അനുമാനം യാഥാർത്ഥ്യമാണെന്ന ഉറപ്പിലൂടെ. നിങ്ങൾ കാണുന്ന ലോകം നിങ്ങളുടെ പ്രബലമായ മാനസികാവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്ന ഒരു കണ്ണാടി മാത്രമാണ്. നിങ്ങൾ ഇല്ലായ്മയുടെ അവസ്ഥയിൽ തുടരുകയാണെങ്കിൽ ജീവിതം നിങ്ങൾക്ക് അങ്ങനെ തോന്നാൻ കൂടുതൽ കാരണങ്ങൾ നൽകും. എന്നാൽ നിങ്ങൾ ഇതിനകം സ്വന്തമാക്കിയെന്ന തോന്നലിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ജീവിതം ഒടുവിൽ അത് സ്ഥിരീകരിക്കണം. അതെങ്ങനെ സംഭവിക്കുമെന്ന് ഓർത്തു വിഷമിക്കേണ്ട. യുക്തിസഹമായ മനസ്സ് എപ്പോഴും ഇടപെടാൻ ശ്രമിക്കും. ഓരോ ഘട്ടത്തെയും ചോദ്യം ചെയ്യും. വിശ്വസിക്കുന്നതിനു മുമ്പ് തെളിവുകൾ തേടും. എന്നാൽ ഈ പ്രക്രിയ അങ്ങനെ പ്രവർത്തിക്കുന്നില്ല. കാണാത്തത് കാണുന്നതിനു മുൻപേ വരുന്നു. അനുമാനം ആദ്യം വരണം, തുടർന്ന് ലോകം അതിനെ പ്രതിഫലിപ്പിക്കാൻ സ്വയം പുനഃക്രമീകരിക്കും. ഇതിനകം കോടികൾ നേടിയ ഒരാൾ എങ്ങനെ പെരുമാറുന്നു എന്ന് ചിന്തിക്കുക. ബില്ലുകൾ എങ്ങനെ അടയ്ക്കുമെന്നോർത്ത് അവർ രാവിലെ ഉണർന്ന് വിഷമിക്കുന്നില്ല. തങ്ങൾക്കെന്തെങ്കിലും വാങ്ങാൻ കഴിയുമോ എന്ന് അവർ ചോദ്യം ചെയ്യുന്നില്ല. അവർ നിരാശയിൽ നിന്നോ ഭയത്തിൽ നിന്നോ പ്രവർത്തിക്കുന്നില്ല. പകരം അവർ ശാന്തമായ ഉറപ്പോടെ നീങ്ങുന്നു. ഇല്ലായ്മയിൽ നിന്നല്ല, സമൃദ്ധിയിൽ നിന്നാണ് അവർ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത്. നിങ്ങളും അതുതന്നെ ചെയ്യണം. സമ്പത്ത് നിങ്ങൾ പിന്തുടരുന്ന ഒന്നാണെന്ന മട്ടിൽ പ്രവർത്തിക്കുന്നത് നിർത്തുക. പകരം അത് ഇതിനകം സ്വന്തമാക്കിയ നിങ്ങളുടെ പതിപ്പിനെ ഉൾക്കൊള്ളുക. നിങ്ങൾ ചിന്തിക്കുന്ന, സംസാരിക്കുന്ന, പെരുമാറുന്ന രീതി മാറ്റുക. നിങ്ങൾ ഇതിനകം ഒരു കോടീശ്വരനായിരുന്നെങ്കിൽ അവസരങ്ങളെ എങ്ങനെ സമീപിക്കുമായിരുന്നു? നിങ്ങൾ മടിക്കുമായിരുന്നോ? അതോ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകുമായിരുന്നോ? നിങ്ങൾ ദൗർലഭ്യത്തെക്കുറിച്ച് ചിന്തിക്കുമായിരുന്നോ? അതോ ആഴത്തിലുള്ള സുരക്ഷിതത്വവും സമാധാനവും അനുഭവിക്കുമായിരുന്നോ? നിങ്ങൾ പറയുമായിരിക്കാം, പക്ഷേ എന്റെ ബാങ്ക് അക്കൗണ്ട് ഇതുവരെ ഇത് പ്രതിഫലിപ്പിക്കുന്നില്ല.
അതിൽ കാര്യമില്ല. നിങ്ങളുടെ ബാഹ്യ സാഹചര്യങ്ങൾ കഴിഞ്ഞ കാലത്തെ അനുമാനങ്ങളുടെ പ്രതിധ്വനികൾ മാത്രമാണ്. നിങ്ങൾ അവയ്ക്ക് അർത്ഥം നൽകുന്നത് തുടർന്നില്ലെങ്കിൽ അവയ്ക്ക് നിങ്ങളുടെ മേൽ ഒരു ശക്തിയുമില്ല. അവയെ അവഗണിക്കുക. നിങ്ങളുടെ പുതിയ അവസ്ഥയിൽ ഉറച്ചുനിൽക്കുക. താമസിയാതെ യാഥാർത്ഥ്യം അതിനൊപ്പമെത്തും. വെറുതെ ഭാവനയിൽ കാണുകയോ ഉറപ്പിച്ചു പറയുകയോ ചെയ്താൽ മാത്രം പോരാ. നിങ്ങളത് ആഴത്തിൽ അനുഭവിക്കണം. ആ അനുഭവമാണ് അതിനെ യാഥാർത്ഥ്യമാക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതിനകം സ്വന്തമാക്കിയതിന്റെ അനുഭവം സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, ആ അവസ്ഥയിൽ സ്ഥിരമായി നിലനിൽക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, നിങ്ങൾ ഇനി തേടുന്നില്ല, നിങ്ങളാണ്. നിങ്ങളായിക്കഴിഞ്ഞാൽ ലോകം പ്രതികരിച്ചേ മതിയാവൂ. നിങ്ങളിവിടെ ഒരു നല്ല ജീവിതത്തിനായി ആഗ്രഹിക്കാനല്ല വന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം ഏറ്റെടുക്കാനും യാഥാർത്ഥ്യം അതിനു ചുറ്റും സ്വയം രൂപപ്പെടാൻ അനുവദിക്കാനുമാണ് നിങ്ങളിവിടെയുള്ളത്. ഇതിനകം സ്വന്തമാക്കിയ അവസ്ഥയിലേക്ക് ചുവടുവെക്കുക. നിങ്ങളുടെ കോടികൾ ഉറപ്പാണെന്ന മട്ടിൽ നീങ്ങുക. വിജയം അനിവാര്യമാണെന്ന മട്ടിൽ സംസാരിക്കുക. ഇതിനകം വിജയിച്ച ഒരാളുടെ സ്ഥാനത്തുനിന്ന് ചിന്തിക്കുക. നിങ്ങൾ അവസാനത്തിൽ നിന്ന് ജീവിക്കുമ്പോൾ അവസാനം നിങ്ങളെ തേടി വരണം. നിങ്ങളുടെ വികാരങ്ങൾ ചുറ്റുമുള്ള ലോകത്തോടുള്ള പ്രതികരണങ്ങൾ മാത്രമല്ല, അവ നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്ന സൃഷ്ടിപരമായ ശക്തിയാണ്. ഓരോ നിമിഷവും നിങ്ങളൊരു പ്രത്യേക ഫ്രീക്വൻസിയിൽ പ്രകമ്പനം കൊള്ളുന്നു. ആ ഫ്രീക്വൻസിയുമായി പൊരുത്തപ്പെടുന്ന അനുഭവങ്ങൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ട് ജീവിതം അതിനോട് പ്രതികരിക്കുന്നു. ഇതുകൊണ്ടാണ് ഒരേ സാഹചര്യത്തിലുള്ള രണ്ട് വ്യക്തികൾക്ക് തികച്ചും വ്യത്യസ്തമായ ഫലങ്ങൾ ഉണ്ടാകുന്നത്. ഒരാൾ ആത്മവിശ്വാസവും സമൃദ്ധിയും പ്രസരിപ്പിക്കുമ്പോൾ മറ്റൊരാൾ ഭയവും ഇല്ലായ്മയും പ്രസരിപ്പിക്കുന്നു. അവരുടെ ബാഹ്യലോകങ്ങൾ അവരുടെ ആന്തരികാവസ്ഥകളെ പ്രതിഫലിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഇല്ലായ്മ അനുഭവപ്പെടുമ്പോൾ നിങ്ങൾ കൂടുതൽ ഇല്ലായ്മ സൃഷ്ടിക്കുന്നു. നിങ്ങൾക്ക് സമൃദ്ധി അനുഭവപ്പെടുമ്പോൾ നിങ്ങൾ സമൃദ്ധിയെ നിങ്ങളിലേക്ക് വിളിച്ചുവരുത്തുന്നു. അത് അത്ര ലളിതമാണ്. നിങ്ങളുടെ വികാരങ്ങൾ കള്ളം പറയില്ല. ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ പുലർത്തുന്ന അനുമാനങ്ങൾ അവ വെളിപ്പെടുത്തുന്നു. പണത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഉത്കണ്ഠ തോന്നുമ്പോൾ പണം ദുർലഭമാണെന്ന് നിങ്ങൾ അനുമാനിക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് തിരസ്കാരം അനുഭവപ്പെടുമ്പോൾ നിങ്ങൾ സ്നേഹത്തിന് യോഗ്യനല്ലെന്ന് നിങ്ങൾ അനുമാനിക്കുന്നതുകൊണ്ടാണ്. എന്നാൽ നിങ്ങളുടെ വൈകാരികാവസ്ഥ മാറ്റാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ, ഇതിനകം സ്വന്തമാക്കിയതിന്റെ, ഇതിനകമായതിന്റെ, ഇതിനകം സ്വീകരിച്ചതിന്റെ അനുഭവം സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ, നിങ്ങളുടെ പുതിയ പ്രകമ്പനവുമായി പൊരുത്തപ്പെടാൻ ജീവിതം എത്ര അനായാസമായി പുനഃക്രമീകരിക്കപ്പെടുന്നുവെന്ന് നിങ്ങൾ കാണും. മിക്കയാളുകളും പ്രതികരണാത്മകമായി ജീവിക്കുന്നു. അവർ എങ്ങനെ അനുഭവിക്കണമെന്ന് ബാഹ്യലോകത്തെക്കൊണ്ട് തീരുമാനിക്കാൻ അനുവദിക്കുന്നു. അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ പണം കണ്ടാൽ അവർക്ക് സുരക്ഷിതത്വം തോന്നും. ഒരു അഭിനന്ദനം ലഭിച്ചാൽ അവർക്ക് വിലമതിപ്പ് തോന്നും. ഒരു അവസരം വന്നാൽ അവർക്ക് ശുഭാപ്തിവിശ്വാസം തോന്നും. എന്നാൽ ഇത് പിന്നോട്ടു പോകുന്നതിന് തുല്യമാണ്. നിങ്ങൾ ആദ്യം അനുഭവിക്കണം, തുടർന്ന് ബാഹ്യലോകം അതിനനുസരിച്ച് മാറും. നിങ്ങളുടെ സാമ്പത്തിക സാഹചര്യം എങ്ങനെയായിരുന്നാലും എല്ലാ ദിവസവും രാവിലെ അഗാധമായ സമ്പന്നത അനുഭവിച്ചുകൊണ്ട് ഉണരുന്നത് സങ്കൽപ്പിക്കുക. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റപ്പെടുമെന്നറിഞ്ഞുകൊണ്ട് ശാന്തമായ ആത്മവിശ്വാസത്തോടെ നിങ്ങൾ ദിവസം മുഴുവൻ നടക്കുന്നു. നിങ്ങൾ ചെലവുകളെക്കുറിച്ച് പരിഭ്രാന്തരാകുന്നില്ല. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മടിക്കുന്നില്ല. ദൗർലഭ്യത്തെക്കുറിച്ചുള്ള ചിന്തകൾക്ക് ഇടം നൽകുന്നില്ല. നിങ്ങളുടെ വൈകാരികാവസ്ഥ ഉറപ്പിന്റെയും ലാളിത്യത്തിന്റെയും സമൃദ്ധി ഇതിനകം നിങ്ങളുടേതാണെന്ന പൂർണ്ണമായ വിശ്വാസത്തിന്റേതുമാണ്. ഈ അനുഭവം നിലനിർത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാഹ്യലോകത്തിന് അത് നിങ്ങളിലേക്ക് തിരികെ പ്രതിഫലിപ്പിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല. എന്നാൽ ഇതിന്റെ വിപരീതവും സത്യമാണ്. നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ ഭയവും ഉത്കണ്ഠയും നിരാശയും അനുഭവിച്ചുകൊണ്ടാണ് ഉണരുന്നതെങ്കിൽ ജീവിതം ആ വികാരങ്ങളെ സ്ഥിരീകരിക്കും. കാലതാമസങ്ങളും പോരാട്ടങ്ങളും നിങ്ങളുടെ ഇല്ലായ്മയിലുള്ള വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്ന സാഹചര്യങ്ങളും നിങ്ങൾ അഭിമുഖീകരിക്കും. ഇതൊരു ശിക്ഷയല്ല, ഇത് നിയമം പ്രവർത്തിക്കുന്നതാണ്. നിങ്ങൾ തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും നിങ്ങൾ എപ്പോഴും യാഥാർത്ഥ്യത്തെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങൾ പുറത്തേക്ക് അയക്കുന്ന സിഗ്നലാണ്. പ്രപഞ്ചം അതിനനുസരിച്ച് പ്രതികരിക്കുന്നു. ഇതുകൊണ്ടാണ് സ്ഥിരീകരണങ്ങളും അഫർമേഷൻസ്, ദൃശ്യവൽക്കരണങ്ങളും വിഷ്വലൈസേഷൻസ് വികാരത്തിന്റെ പിൻബലമുണ്ടെങ്കിൽ മാത്രം പ്രവർത്തിക്കുന്നത്. അഗാധമായ സാമ്പത്തിക ഉത്കണ്ഠയനുഭവിച്ചുകൊണ്ട് ഞാൻ സമ്പന്നനാണ് എന്ന് വെറുതെ ആവർത്തിക്കുന്നത് ഒന്നും മാറ്റില്ല. സത്യത്തിന്റെ അനുഭവം കൂടെയില്ലെങ്കിൽ ആ വാക്കുകൾ ശൂന്യമാണ്. എന്നാൽ നിങ്ങൾക്ക് കണ്ണുകളടച്ച് ദീർഘമായി ശ്വാസമെടുത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതിനകം സ്വന്തമാക്കിയതിന്റെ ആശ്വാസവും നന്ദിയും ആവേശവും ആത്മാർത്ഥമായി അനുഭവിക്കാൻ കഴിയുമെങ്കിൽ, ആ അനുഭവത്തിൽ ദീർഘനേരം പിടിച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ, അത് നിങ്ങളുടെ യാഥാർത്ഥ്യത്തിൽ വേരൂന്നാൻ തുടങ്ങും. പ്രധാന കാര്യം തെളിവുകൾക്ക് മുൻപേ അനുഭവിക്കാൻ സ്വയം പരിശീലിപ്പിക്കുക എന്നതാണ്. സന്തോഷവും വിജയവും സുരക്ഷിതത്വവും അനുഭവിക്കാൻ സാഹചര്യങ്ങൾ മാറുന്നതുവരെ കാത്തിരിക്കരുത്. അവ ഇപ്പോൾ അനുഭവിക്കുക. നിങ്ങൾ ഇതിനകം സ്വീകരിച്ചുവെന്ന മട്ടിൽ പ്രവർത്തിക്കുക. സ്വീകരണം പിന്നാലെ വരും. തീർച്ചയായും സംശയങ്ങൾ ഉയർന്നുവരും. യുക്തിസഹമായ മനസ്സ് നിങ്ങളെ പഴയ രീതികളിലേക്ക് തിരികെ വലിക്കാൻ ശ്രമിക്കും. നിന്റെ സാഹചര്യം നോക്കൂ, ഒന്നും മാറിയിട്ടില്ലാത്തപ്പോൾ നിനക്ക് എങ്ങനെ സമൃദ്ധി അനുഭവിക്കാൻ കഴിയും എന്ന് പറയും. ഈ ശബ്ദത്തെ അവഗണിക്കുക. അത് പഴയ ചിന്തകളുടെ പ്രതിധ്വനി മാത്രമാണ്. നിങ്ങൾ ഭൂതകാലത്താൽ ബന്ധിതരല്ല. നിങ്ങൾ ഒരു പുതിയ യാഥാർത്ഥ്യം സൃഷ്ടിക്കുകയാണ്. വികാരങ്ങൾ നിങ്ങളുടെ ഉപകരണമാണ്. ഓരോ ദിവസവും
നിങ്ങളുടെ ആഗ്രഹങ്ങളുമായി യോജിക്കുന്ന വികാരങ്ങൾ വളർത്തിയെടുക്കുന്നത് നിങ്ങളുടെ മുൻഗണനയാക്കുക. നിങ്ങളെ ശക്തനായി തോന്നിപ്പിക്കുന്ന സംഗീതം കേൾക്കുക. തനിക്ക് ആവശ്യമുള്ളതെല്ലാം ഇതിനകം സ്വന്തമായുള്ള ഒരാളുടെ ശരീരഭാഷയോടെ നടക്കുക. വിജയം ഉറപ്പാണെന്ന മട്ടിൽ സംസാരിക്കുക. നിങ്ങൾ സമൃദ്ധി ആഴത്തിലും സ്ഥിരമായും അനുഭവിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും സങ്കൽപ്പിക്കാത്ത വഴികളിൽ ജീവിതം അത് പ്രതിഫലിപ്പിക്കാൻ തുടങ്ങുന്നത് നിങ്ങൾ കാണും. നിങ്ങൾ സ്രഷ്ടാവാണ്. നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങൾ യാഥാർത്ഥ്യം വരയ്ക്കുന്ന ബ്രഷാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനുള്ള ഏറ്റവും വലിയ തടസ്സങ്ങളിലൊന്ന് അവ എങ്ങനെ സംഭവിക്കുമെന്നതിനെക്കുറിച്ച് അമിതമായി ചിന്തിക്കുന്ന പ്രവണതയാണ്. യുക്തിസഹമായ മനസ്സ് ഉറപ്പുതേടുന്നു. ഇവിടെ നിന്ന് പൂർത്തീകരണത്തിലേക്കുള്ള ഓരോ ഘട്ടവും ഓരോ വിശദാംശവും സാധ്യമായ ഓരോ വഴിയും അറിയേണ്ടതുണ്ട്. എന്നാൽ എങ്ങനെയെന്നതിലുള്ള ഈ ആസക്തി പ്രതിരോധം സൃഷ്ടിക്കുകയുള്ളൂ. കാരണം അത് നിങ്ങളെ സംശയത്തിന്റെയും പരിമിതിയുടെയും അവസ്ഥയിൽ കുടുക്കിയിടുന്നു. നിങ്ങൾ പ്രക്രിയയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ അനുമാനത്തിന്റെ ശക്തിയിൽ നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നില്ലെന്ന് നിങ്ങൾ പ്രപഞ്ചത്തിന് സൂചന നൽകുന്നു. നിങ്ങൾ വിശ്വസിക്കാത്തതിനെ നിങ്ങൾ തള്ളിമാറ്റുന്നു. യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്ന അദൃശ്യ ശക്തികൾ മനുഷ്യന്റെ യുക്തി അനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല. അവയ്ക്ക് നിങ്ങളുടെ ഇടപെടൽ ആവശ്യമില്ല. ഒരു മരത്തിന്റെ വേരുകൾ മണ്ണിനടിയിൽ അദൃശ്യമായി പടർന്ന് അതിന്റെ അനിവാര്യമായ വളർച്ചയെ പിന്തുണയ്ക്കാൻ പോഷകങ്ങൾ വലിച്ചെടുക്കുന്നതുപോലെ പ്രപഞ്ചത്തിന്റെ അദൃശ്യമായ ബുദ്ധിയും നിങ്ങളുടെ ധാരണകൾക്കപ്പുറമുള്ള വഴികളിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ വികാസം ക്രമീകരിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതിനകം നിങ്ങളുടേതാണെന്ന അനുമാനത്തിൽ ഉറച്ചു നിൽക്കുക എന്നത് മാത്രമാണ് നിങ്ങളുടെ ഒരേയൊരു ജോലി. മണ്ണിൽ വിത്ത് നടുന്ന ഒരു കർഷകനെ പരിഗണിക്കുക. അതിന്റെ പുരോഗതി പരിശോധിക്കാൻ ഓരോ മണിക്കൂറിലും അതിന്റെ അരികിലിരുന്ന് അത് കുഴിച്ചുനോക്കുന്നില്ല. ഓരോ വേരും എങ്ങനെ രൂപപ്പെടുമെന്നോ ഓരോ ഇലയും എങ്ങനെ മുളയ്ക്കുമെന്നോ മഴയും വെയിലും എങ്ങനെ ഒരുമിച്ച് പ്രവർത്തിച്ച് അതിനെ ഫലപ്രാപ്തിയിലെത്തിക്കുമെന്നോ കൃത്യമായി അറിയണമെന്ന് അയാൾ ആവശ്യപ്പെടുന്നില്ല. അയാൾ വെറുതെ വിശ്വസിക്കുന്നു കൃത്യസമയത്ത് ആ വിത്ത് എന്തായിത്തീരാൻ വിധിക്കപ്പെട്ടോ അതായിത്തീരുമെന്ന്. ഈ മനോഭാവമാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. നിങ്ങളുടെ ആഗ്രഹത്തിന്റെ വിത്ത് നിങ്ങൾ ഭാവനയുടെ മണ്ണിൽ നട്ടു. അത് എങ്ങനെ വളരുമെന്ന് നിങ്ങൾ നിരന്തരം ചോദ്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സ്വാഭാവിക പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്നു. എന്നാൽ നിങ്ങൾ അതിനെ ശല്യപ്പെടുത്താതെ വിശ്വാസവും സ്ഥിരോത്സാഹവും കൊണ്ട് മാത്രം പരിപോഷിപ്പിക്കുകയാണെങ്കിൽ അത് പ്രകടമായേ മതിയാവൂ. പലരും പരാജയപ്പെടുന്നത് അവർ വളരെ വേഗം അടയാളങ്ങൾക്കായി നോക്കുന്നതുകൊണ്ടാണ്. കാര്യങ്ങൾ മാറുന്നു എന്നതിന് തെളിവുകൾ തേടി അവർ തങ്ങളുടെ സാഹചര്യങ്ങളെ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുന്നു. പെട്ടെന്നുള്ള തെളിവുകൾ കാണാത്തപ്പോൾ അവർ സംശയത്തിൽ വീഴുന്നു. ആന്തരികമായി അവർ ചെയ്ത ജോലിയെ ഇല്ലാതാക്കുന്നു. എന്നാൽ പ്രകടമാക്കൽ എന്നത് ബാഹ്യമായ സ്ഥിരീകരണത്തെക്കുറിച്ചല്ല, അത് അചഞ്ചലമായ ആന്തരിക ബോധ്യത്തെക്കുറിച്ചാണ്. നിങ്ങളുടെ ജോലി സംഭവങ്ങളെ കൈകാര്യം ചെയ്യുകയോ ഫലങ്ങൾ നിർബന്ധിച്ചുണ്ടാക്കുകയോ പ്രക്രിയയെ സൂക്ഷ്മമായി നിയന്ത്രിക്കുകയോ അല്ല. നിങ്ങളുടെ ജോലി ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞുവെന്ന് അനുഭവിക്കുക എന്നതാണ്. അപ്പോൾ ലോകം നിങ്ങൾ പ്രവചിക്കാൻ കഴിയാത്ത വഴികളിൽ നീങ്ങിക്കൊണ്ട് നിങ്ങളുടെ അനുമാനത്തെ യാഥാർത്ഥ്യമാക്കും. വാതിലുകൾ തുറക്കും, വഴികൾ പ്രത്യക്ഷപ്പെടും, സാഹചര്യങ്ങൾ മാറും. എല്ലാം നിങ്ങളുടെ പ്രയത്നമില്ലാതെ. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതിനകം സ്വന്തമായുള്ള ഒരാളെക്കുറിച്ച് ചിന്തിക്കുക. അത് എങ്ങനെയാണ് തനിക്ക് ലഭിച്ചതെന്ന് ഓർത്തയാൾ വിഷമിക്കുന്നുണ്ടോ? തന്റെ വിജയത്തിലേക്ക് നയിച്ച സംഭവങ്ങളെ ആകാംക്ഷയോടെ കൂട്ടിച്ചേർക്കാൻ അയാൾ ശ്രമിക്കുന്നുണ്ടോ? ഇല്ല. അയാൾ അത് ആസ്വദിക്കുകയേയുള്ളൂ. അയാൾ ചോദ്യം ചെയ്യുകയോ സംശയിക്കുകയോ ചെയ്യാതെ സ്വന്തമാക്കിയതിന്റെ യാഥാർത്ഥ്യത്തിൽ ജീവിക്കുന്നു. തെളിവുകൾ വരുന്നതിന് മുമ്പ് നിങ്ങൾ ഈ അവസ്ഥയെ ഉൾക്കൊള്ളണം. നിങ്ങളുടെ കോടികൾ എങ്ങനെ വരുമെന്ന് നിങ്ങൾ അറിയേണ്ടതില്ല. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന സംഭവങ്ങളുടെ കൃത്യമായ ക്രമം നിങ്ങൾ വരയ്ക്കേണ്ടതില്ല. അത് ഇതിനകം സ്വന്തമാക്കിയെന്ന തോന്നലിൽ ഉറച്ചു നിൽക്കുക മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. വഴികൾ സ്വയം പരിപാലിച്ചുകൊള്ളും. ഒരുപക്ഷെ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ഒരു അവസരം ലഭിച്ചേക്കാം. ഒരുപക്ഷെ ഒരു യാദൃച്ഛികമായ കണ്ടുമുട്ടൽ നിങ്ങൾ സങ്കൽപ്പിച്ചതിലും വലുതായ ഒന്നിലേക്ക് നിങ്ങളെ നയിച്ചേക്കാം. അല്ലെങ്കിൽ സാഹചര്യങ്ങൾ അത്ര സുഗമമായി മാറിയേക്കാം. നിങ്ങളുടെ ആഗ്രഹം അനായാസമായി യാഥാർത്ഥ്യമായതുപോലെ നിങ്ങൾക്ക് തോന്നും. എന്നാൽ അതൊന്നും നിങ്ങളുടെ ആശങ്കയല്ല. നിയന്ത്രിക്കാനുള്ള ആവശ്യം ഉപേക്ഷിക്കുക. നിരന്തരമായ ചോദ്യം ചെയ്യൽ ഉപേക്ഷിക്കുക. തന്റെ വിജയം അനിവാര്യമാണെന്നറിയുന്ന ഒരാളുടെ ശാന്തമായ ആത്മവിശ്വാസത്തോടെ നീങ്ങുക. അദൃശ്യ ശക്തികൾ എല്ലാം തികഞ്ഞ ക്രമത്തിൽ ക്രമീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുക. നിങ്ങളുടെ അനുമാനം കാരണമാണ് ലോകം അത് പ്രതിഫലിപ്പിച്ചേ മതിയാവൂ. അതുകൊണ്ട് സംശയമില്ലാതെ, മടിയില്ലാതെ, തെളിവിന്റെ ആവശ്യമില്ലാതെ മുന്നോട്ട് നടക്കുക. നിങ്ങളുടെ അനുമാനത്തിൽ ഉറച്ചു നിൽക്കുക. പ്രപഞ്ചം ബാക്കി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അനുവദിക്കുക. എങ്ങനെയെന്നത് നിങ്ങളുടേതായി വിഷമിക്കേണ്ട ഒന്നല്ല. അത് ഇതിനകം പരിപാലിക്കപ്പെട്ടിരിക്കുന്നു. മിക്ക ആളുകളും തങ്ങൾ ആഗ്രഹിക്കുന്ന അവസ്ഥയിൽ നിന്നല്ല, മറിച്ച് തങ്ങളുടെ നിലവിലെ സാഹചര്യങ്ങളിൽ നിന്നാണ് സംസാരിക്കുന്നത്. അവർ പറയുന്നു, എനിക്കിത് താങ്ങാനാവില്ല, പണം സമ്പാദിക്കാൻ വളരെ പ്രയാസമാണ്, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ബുദ്ധിമുട്ടിലാണ്. ഓരോ തവണയും അവർ ഈ വിശ്വാസങ്ങൾ ഉറപ്പിക്കുമ്പോൾ അവർ തങ്ങളുടെ സാമ്പത്തിക യാഥാർത്ഥ്യത്തെ ശക്തിപ്പെടുത്തുന്നു. പ്രപഞ്ചം അവർ സത്യമെന്ന് പ്രഖ്യാപിക്കുന്നത് പ്രതിഫലിപ്പിക്കുകയേയുള്ളൂ. അവർ സമ്പത്തിനെക്കുറിച്ച് ഭാവനയിൽ കണ്ടേക്കാം, ഒരു നിമിഷത്തേക്ക് സമൃദ്ധിയായി അനുഭവപ്പെട്ടേക്കാം. എന്നാൽ ഇല്ലായ്മയെ ഉറപ്പിക്കുന്ന സംസാരത്തിലേക്ക് മടങ്ങുന്ന നിമിഷം അവർ സ്വന്തം ജോലിയെ ഇല്ലാതാക്കുന്നു.
നിങ്ങളുടെ വാക്കുകൾക്ക് സൃഷ്ടിപരമായ ശക്തിയുണ്ട്. അവ നിങ്ങൾ യാഥാർത്ഥ്യമായി അംഗീകരിക്കുന്നതിന്റെ പ്രഖ്യാപനങ്ങളാണ്. നിങ്ങൾ സമ്പത്ത് പ്രകടമാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സമൃദ്ധിയുടെ സ്ഥാനത്തുനിന്ന് മാത്രം സംസാരിക്കാൻ സ്വയം പരിശീലിപ്പിക്കണം. ഇത് കള്ളം പറയുകയോ നടിക്കുകയോ അല്ല. നിങ്ങൾ ആന്തരികമായി അവകാശപ്പെടുന്ന സമ്പത്തുമായി യോജിക്കുന്ന വാക്കുകൾ തിരഞ്ഞെടുക്കുക എന്നാണ് ഇതിനർത്ഥം. എനിക്കിത് താങ്ങാനാവില്ല എന്ന് പറയുന്നതിന് പകരം അതിപ്പോൾ എന്റെ മുൻഗണനയല്ല എന്ന് പറയുക. ഞാൻ പാപ്പരാണ് എന്ന് പറയുന്നതിന് പകരം എനിക്കിനിയും കാണാൻ കഴിയാത്ത വഴികളിൽ സമ്പത്ത് എന്നിലേക്ക് ഒഴുകിയെത്തുന്നു എന്ന് പറയുക. നിങ്ങളുടെ കോടികൾ ഇതിനകം നിങ്ങളുടേതാണെന്ന മട്ടിൽ നിങ്ങൾ സംസാരിക്കണം. എന്നാൽ വാക്കുകൾ മാത്രം പോരാ, നിങ്ങളുടെ പ്രവൃത്തികളും നിങ്ങളുടെ പുതിയ അവസ്ഥയെ പ്രതിഫലിപ്പിക്കണം. ഒരു സമ്പന്നൻ ജീവിതത്തിലൂടെ എങ്ങനെയാണ് നീങ്ങുന്നത്? അവർ ചെറിയ വാങ്ങലുകളിൽ മടിക്കുമോ? പണം ചെലവഴിക്കുന്നതിനെക്കുറിച്ച് അവർക്ക് ഉത്കണ്ഠ തോന്നുമോ? അവർ ഭയത്തോടും സംശയത്തോടും കൂടിയാണോ അവസരങ്ങളെ സമീപിക്കുന്നത്? ഇല്ല, അവർ ആത്മവിശ്വാസത്തോടെ പെരുമാറുന്നു. അവർ തങ്ങളിൽ തന്നെ മടിയില്ലാതെ നിക്ഷേപിക്കുന്നു. തങ്ങളുടെ വിഭവങ്ങൾ എപ്പോഴും നിറയുമെന്ന് അവർ വിശ്വസിക്കുന്നു. ഇത് അശ്രദ്ധമായ ചെലവഴിക്കൽ അർത്ഥമാക്കുന്നില്ല. ഇത് തെളിവുകൾ വരുന്നതിനു മുമ്പ് സാമ്പത്തിക സുരക്ഷിതത്വത്തിന്റെ മാനസികാവസ്ഥ സ്വീകരിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. പണത്തെ ദൗർലഭ്യമുള്ളതും ക്ഷണികവുമായ ഒന്നായി കാണുന്നതിനു പകരം സമൃദ്ധവും എപ്പോഴും ഒഴുകുന്നതുമായ ഒരു വിഭവമായി പരിഗണിക്കുക എന്നാണിതിനർത്ഥം. നിങ്ങൾ ഓരോ രൂപയും ഭയത്തോടെ പിടിച്ചുവയ്ക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് കൂടുതൽ കിട്ടില്ലെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ, പണം കിട്ടാൻ പ്രയാസമാണെന്ന ആശയം നിങ്ങൾ ശക്തിപ്പെടുത്തുന്നു. എന്നാൽ കൂടുതൽ എപ്പോഴും വരുന്നുണ്ടെന്ന ശാന്തമായ ഉറപ്പോടെ നിങ്ങൾ ചെലവഴിക്കുകയാണെങ്കിൽ, നിങ്ങൾ യഥാർത്ഥ സമൃദ്ധിയുമായി സ്വയം യോജിപ്പിക്കുന്നു. നിങ്ങൾ പെരുമാറുന്ന രീതിയും ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. സാമ്പത്തിക സമ്മർദ്ദത്താൽ ഭാരപ്പെട്ട ഒരാളുടെ ശരീരഭാഷയോടെയാണോ നിങ്ങൾ നടക്കുന്നത്? അതോ താൻ സമ്പന്നനാണെന്നറിയുന്ന ഒരു വ്യക്തിയുടെ ലാഘവത്തോടെയും ആത്മവിശ്വാസത്തോടെയുമാണോ നിങ്ങൾ നീങ്ങുന്നത്? നിങ്ങൾ ശ്രദ്ധയോടെ വസ്ത്രം ധരിക്കുകയും സ്വയം അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ടോ? അതോ ഇല്ലായ്മയിലുള്ള വിശ്വാസം പ്രതിഫലിപ്പിക്കാൻ നിങ്ങളുടെ ബാഹ്യരൂപത്തെ അനുവദിക്കുന്നുണ്ടോ? ഓരോ വിശദാംശവും പ്രധാനമാണ്, കാരണം ഓരോ വിശദാംശവും ഒരു അനുമാനത്തെ ശക്തിപ്പെടുത്തുന്നു. ഇതിനകം വലിയ സമ്പത്ത് കൈവശമുള്ളവരുടെ ശീലങ്ങൾ പരിഗണിക്കുക. അവർ തങ്ങളുടെ വളർച്ചയിൽ നിക്ഷേപിക്കുന്നു. അവർ വിജയചിന്താഗതിയുള്ള വ്യക്തികളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. സ്വാധീനമുള്ള മുറികളിൽ തങ്ങൾക്കും സ്ഥാനമുണ്ടെന്ന ഉറപ്പോടെയാണ് അവർ ഓരോ അവസരത്തെയും സമീപിക്കുന്നത്. അവർ നിരാശയോടെ സംസാരിക്കുന്നില്ല, അവർ ഉറപ്പോടെ സംസാരിക്കുന്നു. അവർ ഭയത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നില്ല, അവർ ശക്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്നു. നിങ്ങളുടെ സംസാരവും പ്രവൃത്തികളും സമ്പത്തുമായി യോജിപ്പിക്കുക എന്നതിനർത്ഥം നിങ്ങളുടെ സാമ്പത്തിക യാഥാർത്ഥ്യം ഇതിനകം മാറിയെന്ന മട്ടിൽ പെരുമാറുക എന്നതാണ്. ദൗർലഭ്യത്തിന്റെ മാനസികാവസ്ഥയിൽ നിന്നല്ല, സമൃദ്ധിയുടെ മാനസികാവസ്ഥയിൽ നിന്ന് തീരുമാനങ്ങൾ എടുക്കുക എന്നാണിതിനർത്ഥം. താൻ സാമ്പത്തികമായി സുരക്ഷിതനാണെന്നറിയുന്ന ഒരു വ്യക്തിയുടെ ആത്മവിശ്വാസവും ഔദാര്യവും ലാളിത്യവും ഉൾക്കൊള്ളുക എന്നാണിതിനർത്ഥം. ഓരോ ദിവസവും സ്വയം ചോദിക്കുക, ഒരു കോടീശ്വരൻ ഇങ്ങനെ പറയുമോ? ഒരു കോടീശ്വരൻ ഇങ്ങനെ പ്രവർത്തിക്കുമോ? ഒരു കോടീശ്വരൻ ഈ നിമിഷം മടിക്കുമോ? എന്നിട്ട് അതിനനുസരിച്ച് ക്രമീകരിക്കുക. സമൃദ്ധിയുടെ വാക്കുകൾ മാത്രം സംസാരിക്കുക. ആത്മവിശ്വാസം പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ മാത്രം നീങ്ങുക. നിങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തെ ഉറപ്പിക്കുന്ന പ്രവൃത്തികൾ ചെയ്യുക. നിങ്ങൾ സമ്പത്തിന്റെ അവസ്ഥയെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന നിമിഷം ബാഹ്യലോകത്തിനത് നിങ്ങളിലേക്ക് തിരികെ പ്രതിഫലിപ്പിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല. ഭാഗം 7. സംശയങ്ങളെ അതിജീവിക്കുന്ന സ്ഥിരോത്സാഹം. സമ്പത്തോ വിജയമോ ഏതൊരു ആഗ്രഹമോ പ്രകടമാക്കാനുള്ള നിങ്ങളുടെ കഴിവിന്റെ ഏറ്റവും വലിയ പരീക്ഷണം സംശയത്തിന്റെ മുന്നിൽ നിങ്ങൾ കാണിക്കുന്ന സ്ഥിരോത്സാഹമാണ്. എല്ലാം നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നുവെന്ന് തോന്നുമ്പോൾ വിശ്വസിക്കാൻ എളുപ്പമാണ്. നിങ്ങളുടെ അനുമാനം രൂപം കൊള്ളുന്നുവെന്ന് അടയാളങ്ങൾ ഉറപ്പിക്കുമ്പോൾ വിശ്വസിക്കാൻ എളുപ്പമാണ്. എന്നാൽ ഭൗതികലോകം മാറ്റത്തിന്റെ ഒരു തെളിവും കാണിക്കാത്തപ്പോൾ നിങ്ങൾ എന്തു ചെയ്യും? പഴയ ഭയങ്ങളും സംശയങ്ങളും കടന്നുവന്ന് ഒരുപക്ഷെ ഇത് പ്രവർത്തിക്കുന്നില്ലെന്നും ഒരുപക്ഷെ നിങ്ങൾ സ്വയം കബളിപ്പിക്കുകയാണെന്നും മന്ത്രിക്കുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യും? ഇവിടെയാണ് മിക്കവരും പരാജയപ്പെടുന്നത്. അവരുടെ ആഗ്രഹങ്ങൾ അസാധ്യമായതുകൊണ്ടല്ല, മറിച്ച് അദൃശ്യമായത് ദൃശ്യമാകുന്നതിനു മുമ്പ് അവർ തങ്ങളുടെ വിശ്വാസത്തിൽ പതറുന്നതുകൊണ്ടാണ്. നിങ്ങളൊരു പുതിയ അവസ്ഥ ഏറ്റെടുക്കുന്ന നിമിഷം യാഥാർത്ഥ്യം മാറാൻ തുടങ്ങുന്നു. എന്നാൽ ഭൗതിക പ്രകടനം ഒരു അദൃശ്യമായ പ്രക്രിയയെ പിന്തുടരുന്നതുകൊണ്ട് അനുമാനവും യാഥാർത്ഥ്യമാകുന്നതും തമ്മിൽ പലപ്പോഴും ഒരു കാലതാമസം ഉണ്ടാകാറുണ്ട്. ഈ കാലതാമസം പരാജയത്തിന്റെ ലക്ഷണമല്ല, ഇത് സംഭവങ്ങളുടെ സ്വാഭാവികമായ വികാസം മാത്രമാണ്. മിക്ക ആളുകളും ഈ പരിവർത്തന കാലഘട്ടത്തെ തങ്ങളുടെ ശ്രമങ്ങൾ വ്യർത്ഥമാണെന്നതിന്റെ തെളിവായി തെറ്റിദ്ധരിക്കുന്നു. തങ്ങളുടെ അക്ഷമയിൽ അവർ പഴയ ചിന്തകളിലേക്കും പഴയ സംശയങ്ങളിലേക്കും പഴയ വൈകാരിക പ്രതികരണങ്ങളിലേക്കും മടങ്ങുന്നു. അതുവഴി അവർ ഉണ്ടാക്കിയ പുരോഗതിയെ തന്നെ ഇല്ലാതാക്കുന്നു. നിങ്ങൾ വ്യത്യസ്തനായിരിക്കണം. അത് പൂർത്തിയാകുന്നതുവരെ നിങ്ങൾ ഉറച്ചു നിൽക്കണം. പകുതി മനസ്സോടെയുള്ള ശ്രമങ്ങൾ പാടില്ല. വിശ്വാസത്തിനും അവിശ്വാസത്തിനുമിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കരുത്. ഒരു കരിങ്കൽ കഷണത്തിൽ നിന്ന് ഒരു മഹത്തായ ശില്പം കൊത്തിയെടുക്കാൻ പ്രതിജ്ഞാബദ്ധനായ ഒരു ശില്പിയെ പരിഗണിക്കുക. അയാൾക്ക് അന്തിമരൂപം കാണാൻ കഴിയുന്നില്ല എന്നതുകൊണ്ട് അയാൾ പാതിവഴിയിൽ നിർത്തുന്നില്ല. തുടക്കത്തിൽ അത് തന്റെ മനസ്സിലുള്ള കാഴ്ചപ്പാടുമായി ഒരു സാമ്യവുമില്ലാത്തതുകൊണ്ട് അയാൾ തന്റെ ജോലി ഉപേക്ഷിക്കുന്നില്ല.
ആ മാസ്റ്റർ പീസ് പുറത്തുവരുന്നതുവരെ അയാൾ തന്റെ സൃഷ്ടിയെ ചെത്തിമിനുക്കി പരിഷ്കരിച്ച് സ്ഥിരോത്സാഹത്തോടെ തുടരുന്നു. ഇങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ അനുമാനത്തെ സമീപിക്കേണ്ടത്. അത് യാഥാർത്ഥ്യമായി ഉറച്ചുപോകുന്നതുവരെ നിങ്ങൾ അചഞ്ചലനായി അതിൽ പിടിച്ചു നിൽക്കണം. സംശയങ്ങൾ ഉയർന്നുവരുമ്പോൾ അവ അനിവാര്യമായും വരും ഭയത്തോടെ അവയെ പ്രതിരോധിക്കരുത്. പകരം അവ ഇനി നിങ്ങൾക്ക് ചേരാത്ത ഒരു പഴയ അവസ്ഥയുടെ അവശിഷ്ടങ്ങളാണെന്ന് അറിഞ്ഞുകൊണ്ട് നിർവികാരതയോടെ അവയെ നിരീക്ഷിക്കുക. അവയ്ക്ക് ശക്തി നൽകാതെ നിങ്ങളുടെ ബോധത്തിലൂടെ കടന്നുപോകാൻ അനുവദിക്കുക. സ്വയം ഉറപ്പിക്കുക, ഇത് ഇതിനകം സംഭവിച്ചു കഴിഞ്ഞു. എന്റെ സമ്പത്ത് അനിവാര്യമാണ്. ലോകം എന്റെ അനുമാനത്തിനൊപ്പം എത്തുകയേയുള്ളൂ. വിശ്വാസം എന്നത് ആദ്യം കണ്ടിട്ട് പിന്നെ വിശ്വസിക്കുന്നതല്ല. ഏതെങ്കിലും തെളിവ് വരുന്നതിന് വളരെ മുൻപുതന്നെ നിങ്ങൾ അനുമാനിച്ചത് ഇതിനകം നിങ്ങളുടേതാണെന്ന് അറിയുന്നതാണ് വിശ്വാസം. വലിയ സമ്പത്തും വിജയവും പരിവർത്തനവും നേടുന്നവർ ഭാഗ്യമുള്ളവരോ സവിശേഷരോ ആയതുകൊണ്ടല്ല അത് ചെയ്യുന്നത്. അവർ തങ്ങളുടെ പഴയ സ്വത്വത്തിലേക്ക് മടങ്ങാൻ വിസമ്മതിക്കുന്നതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. പുതിയ അവസ്ഥ യാഥാർത്ഥ്യത്തിൽ പൂർണ്ണമായി പ്രകടമാകുന്നതുവരെ അവർ അതിൽ ഉറച്ചു നിൽക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഒരു തീരുമാനമെടുക്കുക. താൽക്കാലികമായ കാഴ്ചകൾ നിങ്ങളുടെ വിശ്വാസത്തെ നിർണ്ണയിക്കാൻ നിങ്ങൾ അനുവദിക്കുമോ? അതോ അദൃശ്യമായത് ദൃശ്യമാകുന്നതുവരെ നിങ്ങൾ അതിൽ ഉറച്ചുനിൽക്കുമോ? സംശയത്തിന്റെ നിമിഷങ്ങളിൽ നിങ്ങൾ പതറുമോ? അതോ നിങ്ങളുടെ ബോധ്യത്തിൽ നിങ്ങൾ ഉറച്ചുനിൽക്കുമോ? തിരഞ്ഞെടുപ്പ് നിങ്ങളുടേതാണ്. എന്നാൽ ഒന്നറിയുക, നിങ്ങൾ സത്യമെന്ന് അനുമാനിക്കുന്നതിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ പ്രപഞ്ചം അത് നിഷേധിക്കുകയില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന യാഥാർത്ഥ്യമല്ലാതെ മറ്റൊന്നും പരിഗണിക്കാൻ നിങ്ങൾ വിസമ്മതിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ അനുമാനത്തിൽ നിങ്ങൾ അചഞ്ചലനായി തുടരുകയാണെങ്കിൽ ലോകം അതിനനുസരിച്ച് മാറിയേ മതിയാവൂ. മറ്റൊരു സാധ്യതയുമില്ല. അതുകൊണ്ട് ഉറച്ചു നിൽക്കുക. നിശബ്ദതയിലൂടെ ഉറച്ചു നിൽക്കുക. സംശയങ്ങളിലൂടെ ഉറച്ചു നിൽക്കുക. നിങ്ങളെ മറിച്ച് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന ഓരോ കാഴ്ചയിലൂടെയും ഉറച്ചു നിൽക്കുക. കാരണം നിങ്ങൾ തിരിഞ്ഞുനോക്കാൻ വിസമ്മതിക്കുന്ന നിമിഷം, ഇത് ഇതിനകം നിങ്ങളുടേതാണെന്ന് നിങ്ങൾ തീരുമാനമെടുക്കുന്ന നിമിഷം, അത് സംഭവിച്ചു കഴിഞ്ഞു.